നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ആക്ച്വലി ഒരു റീഡിംഗ് ആയിരുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഈ വീക്ക് ലേശം റീഡിങ്സ് കുറവായിരിക്കും. ഒന്നേ മാക്സിമം ഇടാൻ ചാൻസ് ഉള്ളൂ. പറ്റുകയാണെങ്കിൽ ഞാൻ രണ്ടാമത്തത് ഇടാം, ബട്ട് നോക്കട്ടെ ഏതെങ്കിലും ഒന്ന്. പക്ഷെ മോർണിംഗ് ഏർലി രാവിലെ തന്നെ ഞാൻ ഇടും. അതിൽ കൂടുതലും ലൈക്ക് ഓരോ റീഡിങ്സ് ആയിട്ട് മാറ്റി മാറ്റി ഇടാൻ ഞാൻ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ ഇതിനൊന്നും നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ആഴ്ച തൊട്ട് ഒരു ബാക്ക് ടു സ്കെഡ്യൂൾ ആക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ തൽക്കാലം സാധിക്കുന്ന പോലെ ഞാൻ ചെയ്തുകൊണ്ട് പോവാം. നമുക്ക് ഇന്നത്തെ റീഡിംഗ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്, ഈ റീഡിംഗ് ഇപ്പോൾ കാണുന്ന സമയത്ത് ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് ആദ്യം നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് മനസ്സിൽ കൊണ്ടുവരാം. അവരെ മുഖോർക്കുക, അവരുടെ പേര് നിങ്ങൾ കുറേ തവണ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കണക്ഷൻ അവരുമായിട്ട് ഈ സമയത്ത് നിങ്ങളൊന്ന് ഫീൽ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് കാർഡ്സിൽ ഓൾമോസ്റ്റ് എത്രത്തോളം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നമുക്ക് നോക്കാം. നിങ്ങളുടെ എനർജി പിക്ക് ചെയ്തിട്ട് യൂണിവേഴ്സ് എന്താ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് നോക്കാം. പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ സമയത്ത് എന്താ ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്താണ്, നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ്, തോട്ട്സ്, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ, അങ്ങനെ എല്ലാം നോക്കാം നമുക്ക് കുറച്ച് ഡെപ്തിൽ കിട്ടുന്ന പോലെ. ഓക്കെ, നിങ്ങൾ വളരെ പക്ഷേ നല്ലോണം അവരെക്കുറിച്ച് ചിന്തിക്കാം, കണക്റ്റ് ആവാൻ ശ്രമിക്കാം. ആൻഡ് നല്ല ഫീലിങ്സ് വെക്കുക. ഓക്കെ, നിങ്ങൾ ദേഷ്യമോ നിങ്ങൾ സങ്കടമോ വെച്ച് കഴിഞ്ഞാൽ അതിനെ വരും കൂടുതലും. സോ 2 മിനിറ്റ് എടുത്തോളൂ വേണമെങ്കിൽ പോസ് ചെയ്തിട്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. വെരി ഗുഡ്. ഓക്കെ, 5 Queen of Swords, 5 of Pentacles, Knight of Pentacles, Strength card, Sun, okay, Hermit, 8 of Pentacles, Page of Pentacles, and 4 of Pentacles. Okay, ഒരുപാട് ലൈക്ക് ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങളോടുള്ള ഫീലിങ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ നല്ലൊരു പോസിറ്റീവ് കാർഡാണ് കിട്ടിയത്. കുഴപ്പമില്ല. നൈറ്റ് ഓഫ് കപ്സ് ആണ്. സോ ദാറ്റ് മീൻസ് അവർക്ക് ഫീലിങ്സിൽ നിങ്ങളോട് ഇഷ്ടം, സ്നേഹം, ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ആദ്യം തന്നെ മാറ്റിവിട്ടേക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഫീലിങ്സ് ഉണ്ട്. ഈ എനർജി ഇത് നിങ്ങളുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ് എനർജി. നിങ്ങൾ അവരുമായിട്ട് എന്തെങ്കിലും വഴക്കിട്ട് കാണാം. ഓക്കെ, ഇപ്പം ഞാൻ ഐ തിങ്ക് ഇത് പറഞ്ഞ ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ, ഫുൾ മൂൺ എഫക്റ്റിൽ അവർ സംസാരിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഐ തിങ്ക് അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ ഫൈറ്റ് ചെയ്ത ഒരു ലക്ഷണമാണ് ഇപ്പം എനിക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങളവരോട് ദേഷ്യത്തിലാണ് എന്നാണ് അവർ കരുതുന്നത്. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ഫീലിങ്സ് അവർക്കുണ്ട്. ബട്ട് അവർ സംസാരിക്കാൻ വന്നാൽ മേ ബി ആ പേടിയായിരിക്കാം. സംസാരിക്കാൻ വന്നാൽ നിങ്ങൾ ദേഷ്യപ്പെടുമോ എന്നുള്ള പേടിയായിരിക്കാം. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ സംസാരിച്ചപ്പോൾ നിങ്ങൾ അവരോട് ദേഷ്യത്തിലോ, ക്വീൻ ആവണമെന്നില്ല, കിങ് ആയാലും ഓക്കെ, നിങ്ങൾ അങ്ങനെ എടുക്കാം. നിങ്ങൾ അവരോട് വഴക്കിട്ടിട്ടോ എന്തെങ്കിലും സംഭവം ഉണ്ടായി കാണാം. ഓക്കെ, കാരണം സോഡ്സ് എനർജി വന്നിട്ടുണ്ട്. സോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വാക്കുതർക്കം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കുറച്ച് മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കുക, വെട്ടുന്ന തരത്തിലുള്ള വാക്ക് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, ദേഷ്യത്തിൽ നിൽക്കുക എന്നൊക്കെ പറയാം. ഇവിടെ 5 of Pentacles ഉണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെയാണ് ഇപ്പം ഞാൻ പറയുന്നത്. സോ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 5 of Pentacles പറയുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ അവരുള്ളിലുണ്ട്. അതും ഇനി പഴയ സമയങ്ങളെ മിസ് ചെയ്യുന്നതായിരിക്കാം. എനിക്ക് മുൻപത്തെ സമയങ്ങളെ അവർ മിസ് ചെയ്യുന്നതായിരിക്കാം. മുൻപുണ്ടായിരുന്ന പോലെയല്ല എന്ന രീതിക്കോ അങ്ങനെ എന്തെങ്കിലും ചിന്തകളായിരിക്കാം. അവർക്ക് എന്തെങ്കിലും വേറെ വിഷമങ്ങളും കാണാം. ഓക്കെ, ഞാൻ അങ്ങനെയും പറയാം. മേ ബി അവർക്ക് എന്തെങ്കിലും അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ കാണാം. സോ 2-3 കാര്യങ്ങൾ നമുക്കിതിൽ പറയാൻ പറ്റും. ഓക്കെ, ബട്ട് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. അവർക്ക് നിങ്ങൾക്ക് ശരിക്കും സ്ട്രോങ് ആയിട്ട് ഒരു ഓഫർ തരണം എന്ന രീതിയിലാണ് അവരുടെ മനസ്സിൽ. പക്ഷേ ഈ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഞാൻ ഐ തിങ്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് സ്ലോ എനർജിയാണ്. ഓക്കെ, പെട്ടെന്ന് അങ്ങനെ ചാടിക്കേറിയ ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. അവർക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഒന്നാമത് ഐ തിങ്ക് അവർക്ക് ധൈര്യമില്ല. നിങ്ങൾ അവരോട് വളരെ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു തോന്നലാണ്. നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ എന്തെങ്കിലും പറയുമോ, നിങ്ങൾ ദേഷ്യപ്പെടുമോ? കാരണം മേ ബി അവർ കുറച്ചായിട്ട് മേ ബി നിങ്ങളുടെ അടുത്ത് മാറി നിന്നിട്ട്, അവർ ഹെർമിറ്റ് കാർഡ് കണ്ടുകൊണ്ട് എനിക്ക് തോന്നി മേ ബി അവർ മാറി നിന്നിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ
അത് കഴിഞ്ഞ് പിന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളൊരു എന്താ പറയുക നിങ്ങൾ അവരോട് നമ്മൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ബട്ട് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ആ ഫ്രസ്ട്രേഷൻ കൊണ്ടല്ലേ, ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് ചിലപ്പം ഇത്ര ദിവസം വന്നില്ല എന്നുള്ളത് ഒരു തരത്തിലൊരു ദേഷ്യത്തിൽ ചിലപ്പോൾ സംസാരിക്കാനുള്ള സാധ്യതയായിരിക്കാം. ബട്ട് അവർക്ക് അത് കാരണമായിരിക്കാം ധൈര്യം വരാത്തത്. ഓക്കെ, അവർ ധൈര്യം സംഭരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് സോറി പറയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷം തന്നെയാണ്. ഓക്കെ, ബട്ട് അവർ സൈലൻ്റ് ആയിട്ട് മേ ബി മുമ്പ് മാറി നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ഒന്ന് മാറി നിൽക്കുന്നുണ്ടാവും. കാരണം നിങ്ങളോട് സംസാരിക്കാൻ വന്നപ്പോൾ നിങ്ങൾ വഴക്കിട്ടു എന്നാവാം. പിന്നെ രണ്ടുപേരും തമ്മിലും ആയിട്ടുണ്ടാവും. ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റേ ആളും ആവുമല്ലോ. സോ ഐ തിങ്ക് അങ്ങനെ ആ വഴിക്ക് പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഹെർമിറ്റ് കാർഡ് കാണുന്നുണ്ട്, സൈലൻസ് എന്ന രീതി കാണുന്നുണ്ട്, 8 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. നിങ്ങളോട് ശരിക്കും അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മേ ബി അവരിപ്പം അവരെ വർക്കിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. എവിടെയും അഗെയിൻ കുറേ പെന്റിക്കിൾസ് വന്നതുകൊണ്ട് മേ ബി അവരുടെ ലൈഫിൽ ചില ഇഷ്യൂസും ആവാട്ടോ, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട്. ഒരു 4-5 മെജോറിറ്റി കാർഡ്സ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലൈഫിലെ ഫൈനാൻഷ്യൽ സ്ട്രെസ് വല്ലതൊക്കെ ഉണ്ടാവാം, അവർക്ക് എന്തെങ്കിലും ലോസസ് വന്നിട്ടുണ്ടാവാം. കാരണം ഇവിടെ വീണ്ടും 4 ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ അടക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞ പോലെ. സോ എന്തെങ്കിലും നഷ്ടപ്പെടാതെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ആക്ച്വലി നിങ്ങളെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് എന്നാലും കുറച്ച് പേർക്കെങ്കിലും മേ ബി അവരുടെ ഫൈനാൻഷ്യൽ സ്ട്രെസ്സിൻ്റെ കാര്യങ്ങളായിരിക്കാം, അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. കുറേ പേർക്കൊക്കെ നിങ്ങളെ നഷ്ടപ്പെടാനും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നിങ്ങളോട് സംസാരിച്ച് വരണം എന്നുണ്ട്, നിങ്ങളോട് ഒരു ഓഫറുമായിട്ട് വരിക, ഒരു ഗിഫ്റ്റുമായിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു മെസ്സേജുമായിട്ട് വരിക, കമ്മിറ്റ്മെൻറ്റ് പറയുക, ആ രീതിക്ക് ആഗ്രഹമുണ്ട്. ഇത് രണ്ടിലും കയ്യിൽ ഓരോ സാധനങ്ങളാണ്. ഇതിൽ ഫ്ലവർ ഉണ്ട്, ഇതിൽ പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മണി എന്ന രീതിക്ക് എടുക്കാം. പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ പണം കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കരുത്, എന്തെങ്കിലും ഗിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ലൈക്ക് എന്താ പറയുക, നമ്മൾ ഓഫർ ഓഫ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കും പറയാം. ഓക്കെ, ഞാൻ നിങ്ങളോട് മീൻസ് എൻ്റെ ആത്മാർത്ഥമായ സ്നേഹം തരാം എന്ന് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. കാവ്യാത്മകമായിട്ടൊക്കെ പറയും അല്ലേ. ഓക്കെ, അങ്ങനെ വളരെ ആക്ച്വലി പോസിറ്റീവ് ആണ് ഇവിടെ റീഡിങ്. മേ ബി ഈ ഒരു എനർജി മാത്രമാണ് ഇവിടെ ഒരു ഡൗൺ. അതായത് നിങ്ങൾ ചിലപ്പോൾ വഴക്കിട്ടിട്ടോ അപ്പം വീണ്ടും ഒരു ചെറിയ സെപ്പറേഷൻ വന്ന് കാണാം. അവർ സൈലൻ്റ് ആയി ഇരിക്കുന്നുണ്ടാവും. മേ ബി അവർ മീൻസ് ബ്ലോക്ക് ചെയ്ത് പോവാം, അങ്ങനെ വലിയ മേജർ ഇതൊന്നും കാണുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. ആൻഡ് അവർക്ക് തോന്നലുണ്ട് ദാറ്റ് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്ന തോന്നലുണ്ട്. അവർ ഹാപ്പി ടൈംസിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നും പറയാം. അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പഴയ നമ്മുടെ കാലങ്ങൾ ആ രീതിക്കൊക്കെ മിസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് കാണുമ്പോൾ. ഞാനിവിടെ 2 ഓഫ് വോൺസ് ആണ്. സോ അവർ ആക്ച്വലി ചിന്തിക്കുന്നുണ്ട് ദാറ്റ്. പക്ഷേ 8 ഓഫ് കപ്സ് അവർ വിട്ടുപോകുന്ന പോലെയല്ല എനിക്ക് തോന്നുന്നത്. മേ ബി നിങ്ങളാണോ ഇനിയിപ്പോൾ ദേഷ്യപ്പെട്ട് മാറിപ്പോയത്? അങ്ങനെയാണെങ്കിൽ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർ എന്ന് പറയുമ്പോൾ അവർ വിഷ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അവർ വിഷ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, വിട്ടുപോയത് ബട്ട് ടുവേർഡ്സ് സണ്ണാണ് പോകുന്നത്. ഓക്കെ, ഒന്ന് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് നമുക്ക് എടുത്തേക്കാം. നിങ്ങൾ തമ്മിലൊരു വഴക്ക് വന്നതാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സംസാരിച്ച് പേഴ്സൺ വരുമ്പോൾ മേ ബി നിങ്ങളൊരു ലേശം ദേഷ്യത്തിൽ നിന്ന് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ട്രിഗറായി കാണാം. എനിവേ നോക്കട്ടെ, കുറച്ചുകൂടി നമുക്ക് കാർഡ്സ് എടുത്തിട്ട് പറയാം. ഫുൾ കാർഡ്, 4 ഓഫ് കപ്സ്, 9 ഓഫ് സോൾസ്, 7 ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് പെന്റിക്കിൾസ്, നൈറ്റ് ഓഫ് വോൺസ്, ലവേഴ്സ് കാർഡ്. വെരി ഗുഡ്. എനിക്ക് തോന്നിയത് തന്നെയാണ്. 9 ഓഫ് പെന്റിക്കിൾസ്, 6 ഓഫ് പെന്റിക്കിൾസ്. അവർ നിങ്ങൾക്ക് ഈക്വലായിട്ട് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ചില കാര്യങ്ങൾ അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അവർക്ക് ശരിക്കും ഫ്രീ ആയിട്ട് ഒരു ഫ്രീ മൈൻഡോടെ ഓക്കെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഈ 2 കാർഡും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലും നമ്മളൊരു എന്താ പറയുക, ഒന്നും ഓർക്കാതെ ലൈക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു തരത്തിൽ, ഇതും അതേപോലെ ലൈക്ക് നമ്മളെല്ലാം മറന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു തരത്തിലുള്ള കാർഡാണ്. ബട്ട് അതിൻ്റെ അടുത്ത് വരുന്നത് 4 ഓഫ് കപ്സും 9 ഓഫ് സോൾസും ഒക്കെയാണ്. പക്ഷെ അവർക്ക് എന്തൊക്കെയോ വേറെ ടെൻഷൻസും ഉണ്ട് എന്ന് പറയാം. ഓക്കെ, കിങ് ഓഫ് പെന്റിക്കിൾസ് കാണുന്നുണ്ട്. ചിലവർക്ക് മാരീഡ് ആയിരിക്കാം, നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷനായിരിക്കും. കാരണം ഇവിടെ നല്ലോണം സ്ട്രെസ്സ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റൊമാൻറ്റിക് ആവാനുള്ള മൂഡൊന്നും അല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, 7 ഓഫ് പെന്റിക്കിൾസ് അഗെയിൻ പറയുന്നത് അവർക്ക് ഗ്രോത്ത്, ചില കാര്യങ്ങളിൽ ഗ്രോത്ത് എന്ന് നമ്മൾ പറയാം. അതായത് അവരുടെ ലൈഫിൻ്റെ തന്നെ ആയിരിക്കാം. അഗെയിൻ ഇതും പെന്റിക്കിൾസ് പറയുമ്പോഴും മണിയാണ്. സോ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ഇവിടെ ഒരുപാട് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ. വീണ്ടും 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 പെന്റിക്കിൾസ് ആണ് കണ്ടോ. സോ എവിടേക്കോ എനിക്ക് ഫൈനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പേഴ്സൻ്റെ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
നിങ്ങൾക്ക് അവർക്ക് ഈക്വലായിട്ട് തരണമെന്നുണ്ട്. അതായത് നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത കെയർ, സ്നേഹം, എന്തു തന്നെയായാലും ശരി, അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. 9 ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ മാരേജ് കാർഡാണ്, അല്ലെങ്കിൽ വിഷസ് എന്ന രീതിക്ക് നമുക്ക് പറയാം. സോ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവർ ഫാമിലിയിൽ ഇപ്പോൾ അവർ പേഴ്സൺ മാരീഡ് ആണ്, അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഒരുപാട് ഉണ്ടാവാം. അതിൻ്റെ ആയിരിക്കാം സ്ട്രെസ് അവർക്ക് അനുഭവിക്കുന്നത്. ഓക്കെ, ബട്ട് നിങ്ങളുമായിട്ട് വളരെ ഫ്രീ മൈൻഡോടെ ശരിക്കും നിങ്ങളടുത്ത് എൻജോയ് ചെയ്യണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഓക്കെ, ബട്ട് അവർക്ക് സ്ട്രെസ്സാണ് ബാക്ക് ഓഫ് ദ മൈൻഡ് കിടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫ്രീ ആവാൻ അവർക്ക് സാധിക്കുന്നില്ല. റെസ്പോൺസിബിലിറ്റീസ് ഒരു ഭാഗത്തേക്ക് വലിക്കുന്ന പോലെയാണ്. പക്ഷെ നിങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളെ വേണം തന്നെയാണ്, സ്നേഹം തന്നെയാണ്, എല്ലാ തരത്തിലും ഇതങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ ഇപ്പോഴത്തെ ഫീലിങ്ങിൽ അവർ ഈവൻ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, 5 ഓഫ് പെന്റിക്കിൾസ്, 4 ഓഫ് കപ്സ് എല്ലാം പറയുന്നത് നമുക്കൊരു മിസ്സിങ് എനർജിയൊക്കെയാണ്. ഓക്കെ, ലോസിനെ കുറിച്ച് ഓർക്കലാണ്, അവരെ ലൈഫിലുള്ള ലോസുകളെ കുറിച്ച് ഓർക്കുന്നതും പ്ലസ് നിങ്ങളെ നഷ്ടപ്പെടുന്നതും രണ്ടും എനിക്ക് തോന്നുന്നുണ്ട്. ഐ തിങ്ക് അവരെല്ലാം ഒന്നും നഷ്ടപ്പെടാതെ അവർക്ക് പിടിച്ചു വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെ ആയാലും ശരി, അവരെ ലൈഫിലെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ആയാലും ശരി, എല്ലാം അവരിങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പലതും തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ഒന്നും എല്ലാം പറയാൻ ഒരു പേടി പോലെ അല്ലേ, പറയാൻ പേടികൾ അങ്ങനത്തെ ആയിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇപ്പോഴത്തെ ഫീലിങ്സിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് ഫീലിങ്സ് തന്നെയാണ് കാണുന്നത്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് നമുക്ക്. സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ. നിങ്ങളുമായിട്ട് റിയൂണിയൻ എനിവേ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ആക്ച്വലി ഇതൊരു ഫ്യൂച്ചർ കാർഡായിട്ട് നമ്മൾ എടുത്താൽ നിങ്ങൾ തമ്മിലൊരു പുതിയ ബിഗിനിങ് ആൻഡ് റിയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, ബട്ട് ഇത് ചില സിറ്റുവേഷൻസ് ഓവർകം ചെയ്ത് വരാനുണ്ട്, അതിൻ്റെ സമയം എടുക്കും എന്ന് നിങ്ങൾ കണക്കാക്കിക്കോളൂ. 7 ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ സ്ലോ ഗ്രോത്ത്, ഈവൻ കിങ് ഓഫ് 9 ഓഫ് പെന്റിക്കിൾസ് ഞാൻ പറഞ്ഞു സ്ലോ ആയിരിക്കും എന്ന്. മൂവ്മെന്റ് ലേശം സ്ലോ ആയിരിക്കും ഇവിടെ. ഓക്കെ, ആക്ഷൻ സ്ലോ ആയിരിക്കും. ഓക്കെ, നമുക്ക് control tactics, avoidance, stalemate, contracts, career, commitments. Okay, closed off, guarded, resistance, shadow side, dark night, messages in dreams. Okay, and ace of cups. Wow, sun ഇവിടെ ഉണ്ടോ. നിങ്ങളുടെ പേഴ്സൺ ലേശം ഒന്ന് ഈഗോ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈഗോ കൊണ്ടാവും ചിലപ്പോൾ വരാതിരിക്കാം. കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ച് ഒരു വഴക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഈഗോ കൊണ്ട് ലേശം മാറി നിൽക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഐസൊലേറ്റിംഗ് എന്ന് പറയുന്നുണ്ട്, കുറച്ചൊരു ഐ തിങ്ക് ഡിസ്റ്റൻസ് ആയിട്ടാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. ഷാഡോ സൈഡ് കാണുന്നുണ്ട്, ഡാർക്ക് നൈറ്റ്, മിസ്സിങ് എനർജി ഉണ്ട് നല്ലോണം സ്ട്രോങ് ആയിട്ട്. ഓക്കെ, നിങ്ങളെ വിട്ട് നിൽക്കുന്ന നിങ്ങളും വിഷമിക്കുന്നുണ്ടാവും, അവരും വിഷമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ആൻഡ് കൺട്രോൾ ടാക്ടിക്സ് ഞാൻ നേരത്തെയും ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി ഇപ്പം നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ പേഴ്സൺ ആരെങ്കിലും തടസ്സമുള്ളത്, അതിപ്പോൾ അവരുടെ ഫാമിലി എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഇവിടെ ജനറലി പറയാം, അതിപ്പോൾ മാരീഡ് ആണെങ്കിലും ഫാമിലി ആയാലും ആരായാലും ഫാമിലിയുടെ ഒരു ഇതായിരിക്കും, അല്ലെങ്കിൽ ബോസ് അങ്ങനത്തെയും പറയാലോ. ഓക്കെ, അങ്ങനെ ഒരു കൺട്രോൾ ടാക്ടിക്സ് കാണുന്നുണ്ട്, അതായത് അവരെ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട് എന്ന രീതിയിൽ. ഓക്കെ, അതും ഒരു ഫാക്ടർ ആയിരിക്കാം ചിലവർക്ക്. ഓക്കെ, കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് പറയാം. അവോയ്ഡൻസ്, സ്റ്റേൽമെന്റ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറല്ല, നിങ്ങളോട് ഒന്നും ഓപ്പൺ ആയിട്ട് ക്ലിയർ ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറല്ല, അവോയ്ഡ് ചെയ്യാണ് വേണം വെച്ച്. അവോയ്ഡ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് എവിടെയോ ഒരു പേടിയുണ്ട്, നിങ്ങൾ തമ്മിൽ ഫൈറ്റ് വരുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് അവരിപ്പോൾ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കുറച്ചുകൂടി ഞാൻ ബെറ്റർ ആയിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ പോരാ എന്നുള്ള തോന്നൽ, ഷാഡോ സൈഡ്. ഓക്കെ, അവർക്ക് എവിടേക്കോ അതുമൊക്കെ തോന്നുന്നുണ്ടാവും, ഞാൻ പോരാ. അപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ തരണമെങ്കിൽ അവർ പോരാ എന്ന് തോന്നുമ്പോൾ എങ്ങനെയാണ് ഒരു പേഴ്സൺ മുന്നോട്ട് വരിക അല്ലേ? അതുകൊണ്ടായിരിക്കും അവോയ്ഡ് ചെയ്യുന്നത് ചിലവർ. ഓക്കെ, ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അവർ തുറന്ന് സംസാരിച്ച് പറയാനൊന്നും അവർക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ്. ഓക്കെ, ക്ലോസ്ഡ് ഓഫ് ആണ്, ഗാർഡഡ് ആണ്. ഞാനതാ പറഞ്ഞത്, അവർ ഒന്നും എല്ലാം മനസ്സിൽ വെച്ച്, എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ച് ഇങ്ങനെ റെസിസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അവർ. ഓക്കെ, ഓക്കെ, ബട്ട് അവരുടെ ഉള്ളിൽ ഇത് കോൺട്രാക്ട്സ്, കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്, സോൾ കോൺട്രാക്റ്റ് ഉണ്ട്, സോൾ പാർട്ട്നേഴ്സാണ് നിങ്ങൾ. ഓക്കെ, നമുക്ക് ലവേഴ്സ് കാർഡ് കിട്ടിയിരുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ഇത് പറയുന്ന അൺടിൽ ഡെത്ത് ടേഴ്സ് അസ് അപ്പാർട്ട് എന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയുക, ഡെത്ത് എന്നാണ് പറയുക നമ്മൾ, അതായത് മരണം വരെ മരണത്തിനെ നമ്മളെ പിരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അങ്ങനെയാണ് അവർ പറയുന്നത്. അത്രയും കമ്മിറ്റഡ് ആണ് അവർ നിങ്ങളോട്. ബട്ട് ചില സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ, അതൊക്കെയാണ് ഇവിടെ ഇടയിൽ. മെസ്സേജസ് ഇൻ ഡ്രീംസ്, നിങ്ങൾക്ക് ഡ്രീംസിൽ ചിലപ്പോൾ അവരെ കാണുന്നുണ്ടാവും, സ്വപ്നത്തിൽ അവരെ കാണുക, അല്ലെങ്കിൽ ഏഞ്ചൽസ് എന്തെങ്കിലും സൈൻസ് കിട്ടുക. മെയിൻലി ഡ്രീംസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ നിങ്ങൾക്ക് സൈൻസ് കിട്ടും, ദാറ്റ് പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നൊക്കെയുള്ള സൈൻ നിങ്ങൾക്ക് പോസിറ്റീവ് സൈൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടാവാം.
ഓക്കെ. ആൻഡ് അവരുടെ പേര് കാണാം, അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പെട്ടെന്ന് എവിടെയെങ്കിലും കാണാം. നിങ്ങൾ തിരഞ്ഞു പോരുത് കേട്ടോ. ഓക്കെ. ഏഞ്ചൽ നമ്പേഴ്സ് കാണാം, ഫെദേഴ്സ് കിട്ടാം. ഏഞ്ചൽ നമ്പേഴ്സ് ഏതും ആവാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇന്ന നമ്പർ കണ്ടാലേ എന്നുള്ളൊന്നുമില്ല, പോസിറ്റീവ് സയൻസ് എന്ന രീതിക്ക് എടുക്കാം. ഫെദർ കാണാം, ബട്ടർഫ്ലൈ കാണാം, റെയിൻബോ കാണാം, ഇങ്ങനത്തെ എല്ലാം കുറേ ഒരുപാട് സയൻസ് ഉണ്ട്. ഇതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ടോ കൺഫ്യൂഷനോ വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് അത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ദാറ്റ് ഓക്കെ സൈനാണ് യൂണിവേഴ്സിൽ നിന്ന്, എല്ലാം ബെറ്റർ ആവും എന്നുള്ളൊരു സൈനാണ്. ആൻഡ് ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ. സോ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. ഓക്കെ. അവർക്ക് അത്രയും ഫീലിങ്സ് ആണ്, നിങ്ങളോട് സ്നേഹം തന്നെയാണ്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ സിറ്റുവേഷൻ സാഹചര്യങ്ങളാണ് അവരെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് ലേശം ഇപ്പോൾ മാറി നിൽക്കുന്നത്. വരും അവർ തീർച്ചയായിട്ടും. നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സ്ലോ ആണ് മൂവ്മെന്റ് എന്ന് കാണുന്നുണ്ട്. കാര്യങ്ങൾ ബെറ്റർ ആക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അവരും. ഓക്കെ. എങ്ങാനും അവർ സംസാരിച്ച് വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കാൻ ശ്രമിക്കാം. അതുമാത്രമല്ല അവരിടയിൽ സംസാരിച്ച് വരാത്ത സമയത്ത് ഓക്കെ നിങ്ങൾ ചേസ് ചെയ്ത് പോകണ്ട. ആൻഡ് നിങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരുന്ന പിന്നാലെ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാം. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഓക്കെ. അവരെ നിങ്ങൾ ചോദിച്ച് പോയി അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് കൂടുതൽ ഇറിറ്റേഷൻ ആക്കി എന്തിനാ വെറുതെ. ഓക്കെ. സോ ബി കെയർഫുൾ. ഓക്കെ. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.